ശ്രീ വി പി മുസ്തഫ, കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ അവിടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ പറഞ്ഞ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ ശ്രീകുമാർ പറഞ്ഞാൽ ഈ പണമെല്ലാം കൂടെ സർക്കാർ ഇങ്ങനെ കൊടുത്തപ്പോൾ ആ പണവുമായി ജനങ്ങളെല്ലാം നിരത്തിലിറങ്ങിയപ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്ക് കേരളത്തിൽ ഉണ്ടായി എന്ന തരത്തിൽ മുഖ്യമന്ത്രിയല്ല അവിടെ നിന്നും അങ്ങനെ മുഖ്യമന്ത്രിയെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഏതായാലും ഇപ്പോൾ പണം എല്ലാവരിലേക്കും എത്തിച്ചു, അതാണല്ലോ ആദ്യം പറഞ്ഞത്. എല്ലാവരിലേക്കും എത്തിച്ചു. മുഖ്യമന്ത്രി അത് അടിവരയിട്ട് പറഞ്ഞു. നെൽകർഷകർക്കടക്കം പണം കൊടുത്തു. ഇത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് അതൊന്ന് കണ്ടുകൊണ്ട് ഞാൻ മുസ്തഫയിലേക്ക് വരാം. മുൻകൂട്ടി ഓണം വരുമെന്ന് 2 മാസം മുമ്പ് അറിയാലോ. അധികാരത്തിൽ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പാണ് ഞങ്ങൾ സിവിൽ സപ്ലൈസുമായിട്ട് യോഗം ചേർന്നത്. അപ്പോൾ അവർ ചെയ്തു, നെൽ കർഷകർക്ക് പണം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഓണത്തിന് മുമ്പ് പണം കൊടുത്തിരിക്കും. ഓണത്തിന് മുമ്പ് പണം കൊടുത്തു. പണം ഓണത്തിന് മുമ്പ് എല്ലാം കൊടുക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആളുകൾക്ക് ഓണക്കാലത്ത് കൊടുക്കാവുന്ന പണം മാക്സിമം കൊടുത്തിരിക്കുക. വലിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഓണമില്ല, ഞങ്ങൾക്ക് തിരുവോണമില്ല, ഞങ്ങൾക്ക് ഇന്ന് ഉത്രാട പാച്ചൽ നടത്താൻ, ഉത്രാടത്തിന് പായാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് തിരുവോണം നാളുണ്ടാവാൻ സാധ്യത കുറവാണ്. കൃഷിക്ക് ഈ 19,000-ഓളം കൃഷിക്കാർക്ക് ഇനിയും നെല്ലിൻ്റെ വില കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് വാഗ്ദാനം ആവശ്യമില്ല. ഇനി കടപ്പാട് മലയാള മനോരമയുടെ കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമ്മൾ ആദ്യം കേട്ടത്. അതായത് നെൽകർഷകർക്കെല്ലാം പണം കൊടുത്തു. തൊട്ടിപ്പുറത്ത് കണ്ടത് ഇന്ന് ഈ ഉത്രാട ദിവസം, നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ ഉത്രാടപ്പാച്ചിൽ നടത്തുന്ന ഒരു മലയാളിയാണ് കണ്ടത്, നെൽകർഷകനെയാണ് കണ്ടത്. പാലക്കാട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമടക്കം 19,000-ഓളം നെൽകർഷകർക്ക് ഈ ഉത്രാട ദിവസവും പണം കിട്ടിയിട്ടില്ല. പണം എല്ലാവരിലും എത്തിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശ്രീ മുസ്തഫയുടെ ഊഴം. UDF സർക്കാരിൻ്റെ നയങ്ങൾ മൂലം നമ്മൾ വലിയ വിഷമകരമായ പ്രതിസന്ധിയിലാണെങ്കിലും എല്ലാ മലയാളികൾക്കും കൈരളിയുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും ഉത്രാട ദിനാശംസകൾ നേരുകയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പണ്ടേ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെച്ചതുകൊണ്ട് ഈ ഗവൺമെൻറ്, വി ഡി സതീശൻ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ കൃഷിക്കാർ തൊട്ട് കുടുംബശ്രീക്കാർ വരെ സകലരെയും ദുരിതത്തിലാക്കിയിട്ടാണ് ഉള്ളത്. പക്ഷേ മലയാളി അവൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെയും അതിജീവനത്തിനുള്ള കരുത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ വറുതിയുടെ നാളുകളിലും ഓണം ഉണ്ണാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2 തരത്തിലാണ്. ഒന്ന്, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സംഘടിപ്പിച്ച് വീട്ടിൽ നന്നായിട്ട് ഓണം ഉണ്ണണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പാച്ചിൽ. കിട്ടിയ പണം കൊണ്ട്, കിട്ടിയ പണം എന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതല്ല, അവരിങ്ങനെ സംഘടിപ്പിക്കുന്നത്, അതുമായിട്ട് പിന്നെ വൈകുന്നേരം മാർക്കറ്റിലേക്ക് പോകുന്നത്, ഇതിൻ്റെ പാച്ചിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ശരത്തെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. അദ്ദേഹം അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. വി ഡി സതീശൻ ഗവൺമെൻറ് വന്നാൽ, UDF ഗവൺമെൻറ് വന്നാൽ അതിൻ്റെ ആദ്യത്തെ ഓണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ സ്വപ്നം അദ്ദേഹം പങ്കുവെച്ചു. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്ക്, ക്ഷേമ പെൻഷൻ ഏറ്റവും കൂടുതൽ ആളുകളുടെ കൈകളിൽ എത്തുന്നത് ശ്രീകുമാർ ചേട്ടൻ ക്ഷേമ പെൻഷനാണ് ഗവൺമെൻറ്റിൽ നിന്ന്. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ ലാസ്റ്റ് ഓണത്തിന് 2 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് മാസത്തിൽ പെൻഷൻ കൊടുക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിലേതും കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു. മുൻകൂട്ടി അഡ്വാൻസ് ചെയ്ത് കൊടുത്തു. കുടിശ്ശികയല്ല, നേരത്തെ കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു മാസത്തെ കുടിശ്ശിക എടുത്ത് കൊടുത്തതല്ല. അപ്ഡേറ്റ് ആണ്, നമുക്കറിയാം, കൃത്യമായിട്ട് അതത് മാസം ചെയ്തു പോകുന്നതാണ്. എന്നാൽ ഓണം വന്നപ്പോൾ വരാനിരിക്കുന്ന മാസത്തോടും കൂടി ചേർത്ത് അന്ന് 1,600 രൂപയായിരുന്നു നിരക്ക്, 3,200 രൂപയാണ് കൊടുത്തത്. നിങ്ങൾ ഇത്തവണ കൊടുത്തത് എത്രയാ? ഈ ഒരൊറ്റ മാസത്തതാണ്. അത് തന്നെ 20-ാം തീയതിയോട് കൂടിയാണ് ആളുകളുടെ കൈകളിൽ എത്താൻ വേണ്ടി തുടങ്ങിയത്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാകും. 20-ാം തീയതിയോട് കൂടി മാത്രമാണ് ആളുകളുടെ കൈകളിൽ എത്താൻ തുടങ്ങിയത്, 2,000 രൂപ വെച്ചിട്ട്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ വലിയ കുറവ് വന്നില്ലേ? നിറയെ എത്തിച്ചു ഞങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നിരക്കിൽ 2 മാസത്തെ കൊടുത്തെടുത്ത് ഇവിടെ ഇത്തവണ 1 മാസത്തേത് തിരുവോണത്തിൻ്റെ 5-6 ദിവസം അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെയൊക്കെ 4-5 ദിവസം മുമ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ, പട്ടിക വർഗ വിഭാഗങ്ങൾ, നിങ്ങൾ ശ്രീകുമാർ ചേട്ടൻ ആരെങ്കിലും പരിചയമുള്ള പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവരെ ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കൂ. LDF ഗവൺമെൻറ് 10 വർഷവും 1000 രൂപ വെച്ച് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന
പൗരന്മാർക്ക് 1000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക്, അവര് ഒരു ഓഫീസിലും പോകണ്ട, വില്ലേജ് ഓഫീസിൽ പോകണ്ട, ട്രൈബൽ ഓഫീസിൽ പോകണ്ട, എവിടെയും പോകണ്ട, 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു. 60,000-ലേറെ പേർക്കാണ് അങ്ങനെ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വർഷം നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? അത് ഇത്തവണ ഓണക്കോടിയാക്കി മാറ്റിയെന്നാണ്. 1000 രൂപ കൊടുക്കുന്നതിന് പകരം 100-150 രൂപയുടെ ഒരു മുണ്ട് വാങ്ങിച്ച് ഓണക്കോടി എടുക്കും എന്ന് പറഞ്ഞു. വലിയ പ്രതിഷേധമുയർന്നു ആ സമൂഹത്തിൽ നിന്ന്. വലിയ നിലയിൽ അത് വിമർശിക്കപ്പെട്ടു. ഒടുവിൽ നിങ്ങൾ നിലപാട് മാറ്റി. മിനിഞ്ഞാന്ന് 24-ാം തീയതി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് 1000 കൊടുക്കും. അപ്പോഴത്തേക്ക് എവിടെ സമയം? അന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞു. ഇന്ന് ഉത്രാട അവധി, ഇനി 4-5 ദിവസം ഇല്ല. ആ 1000 രൂപ കിട്ടിയില്ല. ആ 1000 രൂപ അങ്ങനെ പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തേണ്ടത് ഇത്തവണ വന്നില്ല. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇത്തവണ നിങ്ങൾക്കറിയാലോ, ഈ ട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പ്രളയം, കടലിൻ്റെ വലിയ നിലയിലുള്ള പ്രശ്നങ്ങൾ, ദിവസങ്ങളോളം പോകാൻ കഴിഞ്ഞില്ല. കിട്ടിയോ? പോകട്ടെ, ഈ പ്രളയം മൂലം ദുരിതത്തിലായ മനുഷ്യർക്ക് എത്തിയോ? 10,000 രൂപ വെച്ച് പ്രളയക്കെടുതി അനുഭവിച്ചവർക്ക് LDF ഗവൺമെന്റ് അതത് സമയത്ത് എല്ലാ വർഷവും കൊടുത്തിരുന്നതാ. അപ്പം തന്നെ അധികം ദിവസമൊന്നും എടുത്തിരുന്നില്ല. വില്ലേജ് ഓഫീസർമാർ വരും, റിപ്പോർട്ട് കൊടുക്കും, പഞ്ചായത്ത് മെമ്പർമാരുടെയും മറ്റും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും, 10,000 രൂപ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് കൊടുക്കും. ഇതുവരെ കൊടുത്തോ? ഏതാണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ ഇത്തവണത്തെ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിച്ചവർ. കൊല്ലത്തെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബം പട്ടിണി കിടക്കും. ഗൗതം കൃഷ്ണ, അപ്പനും അപ്പൂപ്പനും നഷ്ടപ്പെട്ടതാ ഗൗതം കൃഷ്ണക്ക്. പട്ടിണി കിടക്കും ഓണനാളിൽ എന്ന് പറഞ്ഞു. അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായില്ല ഈ കേരളത്തിൽ ഇന്നലെ വരെയും. അവരെ ആ മേഖലയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു? നമ്മുടെ ദിവസക്കൂലിക്കാരായിട്ടുള്ള ജീവനക്കാർ എത്ര പേർ? NHM, നാഷണൽ ഹെൽത്ത് മിഷൻ, നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയേറെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിൽ ആരോഗ്യ മേഖലയിലെ സ്ഥിരം ജീവനക്കാർക്കൊപ്പം വലിയ പങ്കാളിത്തം വഹിക്കുന്നതാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി NHMന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാർ. അവര് UDF കാലത്ത് നിയോഗിച്ചവർ തൊട്ടുണ്ട്, LDF കാലത്ത് പിരിച്ചുവിട്ടിരുന്നില്ല. അങ്ങനെയുള്ള 17,000 പേരെയാണ് 31-ാം തീയതി പിരിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 31-ാം തീയതി അവർക്ക് ഇത്തവണ ഓണമില്ല. 17,000 കുടുംബങ്ങളുടെ ഓണം മുടക്കി NHM ജീവനക്കാരായിരുന്നവർ. കുടുംബശ്രീയിൽ നിന്ന് 2,600 ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. UDF ഗവൺമെന്റിന്റെ ആദ്യകാലത്ത് 2011-ലൊക്കെ നിയമിച്ചവരുണ്ട്. അതിൽ ശ്രീകുമാർ ചേട്ട ഈ 2,600 പേരിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കി പിരിച്ചുവിടാൻ നിന്നില്ല. കാരണം അവർ പലരൊക്കെ ഈ താൽക്കാലിക ജോലി കിട്ടി വിവാഹം കഴിച്ചവർ, കുടുംബ ബന്ധത്തിലേക്ക് വന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാ. അവർക്ക് ഇത്തവണ ഓണമില്ല. കഴിഞ്ഞ 31-ാം തീയതി അവരെ ടെർമിനേറ്റ് ചെയ്തു. ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ നിൽക്കുന്നു. വിലക്കയറ്റം, ഇവിടെ ശരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇപ്പൊ സപ്ലൈകോ വിൽപ്പന കൂടി എന്ന് കാണിക്കാൻ ഒരു കണക്ക് ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ആ വർധനവ് വന്നതെന്നറിയോ? കഴിഞ്ഞ തവണ 40 രൂപയ്ക്ക് വിറ്റിരുന്ന പഞ്ചസാര 70 രൂപക്കാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ 80 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഈ പായസത്തിനുള്ള പരിപ്പ്, പായസ പരിപ്പ് 130 രൂപക്കാണ് വയ്ക്കുന്നത്. അങ്ങനെ ഇവരുടെ വില കൂട്ടിയിട്ടാണ്, അല്ലാതെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടല്ല. നേരത്തെ ശിവകുമാർ ചേട്ടൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ LDF ഗവൺമെന്റിന്റെ കണക്ക് പറഞ്ഞു, ഏതാണ്ട് 380 കോടിയോളം രൂപ. സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. അത്രേ, ആകെ 3-4 സാധനം. 3-4 സാധനം വിറ്റിട്ട് 380 കോടി രൂപയിൽ എത്തണമെങ്കിൽ എത്ര ലക്ഷം മനുഷ്യർ ആ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ആശ്രയിച്ചിരിക്കണം. അത്രയും പേർ കഴിഞ്ഞ ഓണക്കാലത്ത് പുറത്തിറങ്ങിയെന്നല്ല അതിന്റെ അർത്ഥം. ഇത്തവണ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വലിയ വിലക്കയറ്റമല്ലേ ഉണ്ടായിരിക്കുന്നത്. സകല സാധനത്തിനും വിലക്കയറ്റമല്ലേ. ഇത്തവണത്തെ ഓണത്തിന്റെ പായസം കഴിക്കുകയല്ലേ ചെയ്യുക, അതിന്റെ മധുരമല്ലല്ലോ ഉണ്ടാവുന്നത്. ശർക്കരക്ക് 110 രൂപ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പായസ പരിപ്പിന് 130 രൂപ, പഞ്ചസാരയുടെ വില 70 മുതൽ 80 രൂപ വരെ. എന്നിട്ട് എവിടെയാണ് നിങ്ങൾ ഈ ഓണം മധുരമുള്ളതാക്കി മാറ്റിയിട്ടുള്ളത്? അങ്ങേയറ്റം ഈ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്രയേറെ ദുരിതം നിറഞ്ഞ സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്. അതെ, ഇപ്പോൾ നേരത്തെ ശ്രീകുമാറിനോട് പറഞ്ഞ പോലെ പണം എത്താത്തതിൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് ഡോക്ടർ VPP മുസ്തഫയും ഇവിടെ നിരത്തി വെച്ചത്.